ഹായ് ഹലോ നമസ്കാരം. സൂര്യ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു സംവിധായകനെയാണ് എൻ്റെ ഗസ്റ്റായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു സംവിധായകൻ എന്ന് മാത്രം ഒതുക്കി അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈറ്റിൽ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജിസ് ജോയ്. ഹായ് ജിസ് ഏട്ടാ, വെൽക്കം ടു സെല്ലുലോയിഡ്. വെരി മച്ച് ഹാപ്പി ടു ഹാവ് യു ആസ് എ ഗസ്റ്റ് ഓൺ എ ഷോ. ഇപ്പം തലവൻ ഇറങ്ങിയിട്ട് 25ാം ദിവസത്തിലേക്ക് കടക്കാനായിട്ട് ഫ്യൂ മോർ ഡേയ്സ്. എന്താണ് ഇതിനോടകം കിട്ടിയിട്ടുള്ള റെസ്പോൺസ്? മാസീവ് റെസ്പോൺസ് ആണെന്ന് അറിയാം. അതെ 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 ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് 25 ദിവസം ഒക്കെ ആൾക്കാർ റെഗുലറായിട്ട് തിയേറ്ററിൽ വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇനിയും പോകണം, ഇനിയും ഒരു 25, 30, 40, 50 ദിവസങ്ങളൊക്കെ പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇനിയും ഒരുപാട് പേര് സിനിമ കാണാത്തവരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കിട്ടിയ റിപ്പോർട്ട്സ് എല്ലാം ഈ പറഞ്ഞ പോലെ നല്ല റിപ്പോർട്ട്സാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിലും ഓൾമോസ്റ്റ് ഒരുപാട് ആളുകൾ വിളിച്ചു. ആക്ടേഴ്സും ഡയറക്ടേഴ്സും നമ്മൾ ആരാധിച്ചിരുന്ന ആൾക്കാരും ഒക്കെ വിളിച്ചു. എല്ലാ സിനിമയും നമ്മൾ എഴുതുമ്പോഴും സംവിധാനം ചെയ്യുമ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണല്ലോ ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലതുണ്ടാവണം ഒരു സിനിമ കൊണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് മാത്രമല്ല, തിയേറ്ററുകാർക്ക് ഗുണമുണ്ടാവണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഗുണമുണ്ടാവണം, കാശ് മുടക്കുന്ന പ്രേക്ഷകന് സിനിമ കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. എനിക്ക് തോന്നുന്നു അതിൻ്റെ റിസൾട്ട് ആയിരിക്കും ഇപ്പോൾ ഈ 25 ദിവസങ്ങളും ഈ ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത്. ജിസേട്ടൻ്റെ തലവൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഇൻ്റർവ്യൂസ് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ എന്നാലും പോസ്റ്റ് റിലീസ് ഇപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ കുറേ റിപ്പോർട്ട്സ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു റിപ്പോർട്ട് ആര് പറഞ്ഞതാണ്? എന്തായിരുന്നു പറഞ്ഞത്? മഞ്ജു വാര്യറിൻ്റെ കോള് വളരെ നല്ലതായിരുന്നു. കാരണം മഞ്ജു എൻ്റെ അടുത്ത് വളരെ ഓപ്പണായിട്ട് എൻ്റെ ഒരു സിനിമ മഞ്ജുവിന് തീരെ വർക്കാവാത്തൊരു പടമുണ്ട്. ഈ ആഡ് ഫിലിം ഞാൻ ചെയ്യുന്ന സമയത്ത് മോഹൻലാൽ സാറിനെയും മഞ്ജു വാര്യറിനെയും വെച്ച് അന്ന് മഞ്ജു വളരെ ഓപ്പണായിട്ട് എന്നോട് ആ സിനിമ അവർക്ക് വർക്കായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സിനിമ ഇഷ്ടപ്പെട്ട ആൾക്കാർ ധാരാളമുണ്ട്, ഇൻഡസ്ട്രിയിൽ തന്നെയുള്ളവരുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും മഞ്ജുവിന് ഇഷ്ടപ്പെടാതിരുന്നത് എന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം പക്ഷേ ഞാനപ്പോൾ തന്നെ അന്ന് പറഞ്ഞത് എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നുന്നു. എന്നോട് ഇങ്ങനെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമ്മൾ പൊതുവെ ആൾക്കാർ നമ്മൾ ഈ പൊലിപ്പിച്ച് പറയുക, സുഖിപ്പിച്ച് പറയുക അങ്ങനെയല്ല. പക്ഷേ നമ്മളോട് വളരെ കാര്യമായിട്ട് എടുക്കുന്നവർ മാത്രമാണ് ഓപ്പണായിട്ടുള്ള സത്യം പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കോളുകൾ വന്നു ഈ സിനിമ ഇറങ്ങിയപ്പോൾ. പക്ഷേ അതിലെൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു കോള് മഞ്ജു വാര്യറിൻ്റെയാണ്. അതിൻ്റെ കാരണം മഞ്ജു അത് വിളിച്ച സമയം ഓൾമോസ്റ്റ് രാത്രി ഒരു 9 മണി 9:30 അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നേരെ വിളിക്കുമായിരുന്നു. അതും പെരുമ്പാവൂരുള്ള ഒരു സാധാരണ തിയേറ്ററിൽ, മോളിലൊന്നുമല്ല, ഒരു സാധാരണ തിയേറ്ററിൽ സാധാരണ ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ടാണ് സിനിമ കണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ സാധാരണ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പൾസ് കിട്ടും, റിയൽ ഒരു സീൻ വർക്കൗട്ട് ആവുന്നതും ഒക്കെ റിയലായിട്ട് കാണാൻ പറ്റണം. അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോൾ ചില സ്ഥലത്ത് പോയ ആൾക്കാരിങ്ങനെ പ്രതികരിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പടം എൻജോയ് ചെയ്യുമായിരിക്കും, പക്ഷേ എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലെ തിയേറ്റേഴ്സിൻ്റെ ഒക്കെ ആയിരിക്കാം. അപ്പം മഞ്ജു കണ്ട ആ ഷോയും ഭയങ്കര അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു. ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യാതെ തന്നെ അന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതിനെക്കുറിച്ച് റിവ്യൂ എഴുതി. അത് പിന്നീട് ഞങ്ങളത് പോസ്റ്റാക്കി മാറ്റുകയൊക്കെ ചെയ്തു. അപ്പം മീനാക്ഷി ചോദിച്ച ചോദ്യത്തിൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് മഞ്ജുവിൻ്റെ റിവ്യൂ ആണ്. ഓക്കെ, ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂസിൽ നമ്മൾ കേട്ടിരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ജിസ് ജോയ് ഒരു ത്രില്ലർ കൊണ്ട് വരുന്നതെന്ന്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂസിലൊക്കെ ഓഫ്കോഴ്സ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹൈ ഹോപ്സ് ആണ്, സിനിമ എന്തായാലും ഹിറ്റ് ആവട്ടെ എന്നൊക്കെ പറയും. എങ്കിലും സിനിമ ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ തിയേറ്റേഴ്സ് ഫില്ലായി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ചേട്ടൻ ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊരു കഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഒരു കഥ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു സിനിമയാണ് നമ്മളിപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതും നമുക്ക് കൺവിൻസിങ് ആവുന്ന, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നാളെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു ഇന്നിരുന്ന് അതല്ലല്ലോ. നമ്മൾ എത്രയോ നാളായിട്ട് എഴുതുന്ന ഒരു പ്രോസസ്സാണ്, കുറേ നാളുകളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓഫ് കോഴ്സ് സെറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഡയറക്ടറിൻ്റെ ഷോൾഡറിൽ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഒന്ന്, ഈ ആസിഫ് അലി, ബിജു മേനോൻ എന്ന് പറയുന്ന 2 മാർക്കറ്റ് വാല്യൂ ഉള്ള, ഫേസ് വാല്യൂ ഉള്ള 2 ആർട്ടിസ്റ്റുകൾ നമുക്ക് ഡേറ്റ് തന്നിരിക്കുകയാണ്. സോ അവർക്ക് നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റി കൊണ്ട് മോശം ഉണ്ടാവരുത്, നല്ലതുണ്ടായ അത്രയും സന്തോഷം. അതുപോലെ നമ്മളെ വിശ്വസിച്ച് പണം മുടക്കുന്നൊരു പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടാവരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുമായിട്ടാണ് നമ്മളെപ്പോഴും ഒരു പടത്തെ പ്രൊസീഡ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അത് കഴിഞ്ഞ് കുറേ നേരം എഡിറ്റിംഗ് ഒക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റ് പോകും. എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും പോകും. നമുക്ക് ഇത് ശരി കിട്ടുമോ,
ഇത് ടെൻഷൻ ഉണ്ട്. കാരണം നമ്മൾ കണ്ടല്ലോ, നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത ഷോട്ട് എന്താ നമുക്കറിയാം. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വളരെ വേണ്ടപ്പെട്ട കറക്റ്റായിട്ട് അഭിപ്രായം പറയുന്നു നമുക്ക് ഉറപ്പുള്ള ഒരു 5-6 ആൾക്കാരെ വിളിച്ച് പടം കാണിക്കും. അത് മാത്രമേ ഉള്ളൂ ഇതിന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം, അവരെ കാണിക്കുക എന്നുള്ളതാണ്. അവർ തന്നൊരു ധൈര്യമുണ്ട് ഈ പടത്തിന്, പ്രത്യേകിച്ച് ഈ പടത്തിന് അവർ തന്ന ഒരു ധൈര്യമുണ്ട്. പടം കണ്ടിട്ട് ഇത് കൊള്ളാം. അപ്പോൾ മീനാക്ഷി ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെ ഓടുമോയെന്ന് അറിയാമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ കാണിച്ച എൻ്റെ വളരെ ചീത്ത സിനിമ ചെയ്തപ്പോൾ മോശമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവർ കണ്ടിട്ട് ഇത് ഓടും, ഇത് ധൈര്യമായിട്ട് ഇറക്കിക്കോ. അതുകൊണ്ടാണ് ഈ മഴക്കാലം വരണമെന്നൊക്കെ അറിഞ്ഞിട്ടും മറ്റൊരു വലിയ പടത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഇറക്കിയത്. ഇതൊക്കെ വെച്ചത് അവർ തന്ന കോൺഫിഡൻസ് കൊണ്ടാണ്. ഈവൻ സെൻസർ ബോർഡിലെ അംഗങ്ങൾ സെൻസർ ചെയ്യുന്ന സമയത്ത് തന്ന അവർ പോലും വളരെ ഓപ്പണായിട്ട്, നമുക്കറിയാം ഒരാൾ വെറുതെ പറയുന്നതും നമ്മളുടെ പുറകെ വന്ന് കുറച്ച് നേരം നിന്ന് ഓരോ സീനുകളെ കുറിച്ച് സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല എന്ന് പറയുന്നതും, അതെ ഞാൻ മറ്റേ സീൻ എനിക്ക് ഭയങ്കര വർക്കൗട്ടായി, ഇതിങ്ങനെ വന്ന് ആ ക്ലൈമാക്സ് അത് പ്രഡിക്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കാതെ തന്നെ പറയുന്നവരുടെ ഈ 5-6 പേരെ തന്നെയാണ് അപ്പൊ കോൺസ്റ്റന്റ്ലി എല്ലാ പടങ്ങളും ഇരുത്തി ഒരു ഓൾമോസ്റ്റ് എനിക്ക് അങ്ങനെയാണ്. എനിക്ക് നമുക്ക് പണ്ട് മുതലേ ഉള്ള ഒരുമിച്ച് സിനിമ കണ്ടിട്ടുള്ള ഒരേ ടേസ്റ്റുള്ള എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന, കണ്ടാൽ കറക്റ്റായിട്ട് പരസ്പര അഭിപ്രായങ്ങൾ പറയുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുണ്ട്. നമുക്കറിയുന്ന ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ശ്രീകാന്ത് ഏട്ടനുണ്ട്, ശ്രീകാന്ത് മുരളിയുണ്ട്. പിന്നെ മോസയിലെ കുതിരമീനുകൾ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ അജിത് പിള്ളയുണ്ട്. അജിത്താണ് എൻ്റെ ബൈസൈക്കിൾ ദിവസൻ്റെ കഥ എഴുതിയത്, എൻ്റെ ആദ്യത്തെ സിനിമയുടെ. അജിത്ത് എന്നൊക്കെ പറഞ്ഞാൽ വെട്ടൊന്ന് മുറിരണ്ടാണ്, നേരെ മുഖത്തോക്കി കാര്യം പറയുന്നതായിട്ടാണ്. അവൻ കാനഡയിലാണ്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, 3 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞറിയുന്ന കുറച്ച് പേര്, രംഗനാഥ് രവി സൗണ്ട് ഡിസൈനർ, എത്രയോ വലിയ പടങ്ങളുടെ സൗണ്ട് ഡിസൈനറാണ്. നമ്മൾ പറയുന്ന ഇപ്പം മലയക്കോട്ടെ വാലിബൻ്റെയും ജെല്ലിക്കെട്ടിൻ്റെയും ഒക്കെ ലിജോ പല്ലിശ്ശേരിയുടെ എല്ലാ പടങ്ങളുടെയും സൗണ്ട് ഡിസൈനറാണ് രംഗനാഥ് രവി. അപ്പോൾ രംഗയൊക്കെ തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ആദ്യം കണ്ടത്. പിന്നെ ദീപക് ദേവ് ഓഫ് കോഴ്സ് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന, ദീപക് വർക്ക് ചെയ്ത സിനിമയാണിത്. എന്നിരുന്നാലും ദീപകിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സൺഡേ ഹോളിഡേയുടെയൊക്കെ പ്രിവ്യൂ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 15-16 പേരുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ ഗ്യാങ്ങിലുള്ള ആരുമല്ല, പ്രൊഡ്യൂസറിൻ്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ. ഈ 15 പേരും ഈ പടം പൊട്ടുമെന്ന് പറഞ്ഞതാണ് സൺഡേ ഹോളിഡേ. അന്ന് ഈ പടം ഒരു കാരണവശാലും പൊട്ടില്ല എന്ന് ഉറപ്പിച്ച് എൻ്റെ ഷോൾഡറിൽ തട്ടി പറഞ്ഞ ആൾ ദീപക് ദേവാണ്. ഈ പടം പൊട്ടിയാൽ നമ്മൾ ഈ പരിപാടി നിർത്തും എന്ന് പറഞ്ഞ് അങ്ങനെ കോൺഫിഡൻസ് തന്നിട്ടുള്ള ആൾക്കാരാണ്. ചുറ്റിനുള്ള എല്ലാവരും പടം പൊട്ടുമെന്ന് പറഞ്ഞപ്പോഴും, പടം മോശമാവെന്ന് പറഞ്ഞപ്പോഴും കൂടെ നിൽക്കാന്നുള്ളതല്ല, ആ ജഡ്ജ്മെന്റ് ഉണ്ട് അദ്ദേഹത്തിന്. അതാണ് ഇത്രയും പടം വർക്ക് ചെയ്ത് എൻ്റെ ഒരു സംഗതി കാണുമ്പോൾ ഇത് തിയേറ്ററിൽ ഓടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. കറക്റ്റായിട്ട് പറയും. സാധാരണയുള്ള ചേട്ടൻ്റെ ഫിലിംസ് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റോറി അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ, ഇതിലേതെങ്കിലും ഒന്ന് ചേട്ടൻ ചെയ്തിട്ടായിരിക്കും സംവിധാനം ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇതിൽ ഡയറക്ഷനും സംഭാഷണമാണ് ചേട്ടൻ ചെയ്തിട്ടുള്ളത്. ലൈക്ക് ആ ഒരു കഥ അത് ഇറ്റ്സ് ഫ്രം സംവെയർ എൽസ്. അപ്പം അത് എന്താണ് ചേട്ടൻ ആ ഒരു ഡിറക്ഷൻ, കഥ മാറ്റി നിർത്തി ഓക്കെ ഡിറക്ഷൻ ഐ വിൽ ടേക്ക് ദിസ് അപ്പ് എന്നുള്ളത്? ഇത് നമുക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. എല്ലാ പടവും നമ്മൾ തന്നെ എഴുതണം നിർബന്ധമില്ല. ഇതിൽ പക്ഷേ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന 2 പേരുടെ തിരക്കഥയായിരുന്നു. തിരക്കഥ അവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സംഭാഷണം ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് സംഭാഷണം ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. എനിക്കെപ്പോഴും എഴുത്ത് പരിപാടി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഈ പറയുന്ന പോലെ ഡിസ്ക്രിപ്ഷനും ഡയലോഗ്സും ഒക്കെ ഇഷ്ടമാണ് എഴുതാനായിട്ട്. അപ്പോൾ മാത്രമല്ല, അപ്പോൾ നമുക്ക് ഒരു പടം സംവിധാനം ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ പ്രത്യേകിച്ച് ഒരു കുറ്റാന്വേഷണ സിനിമയാണ്. അപ്പോൾ ഒരു സിനിമ മുന്നോട്ട് പോകുന്നതനുസരിച്ച് അതിൻ്റെ എഴുത്തും, അപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു സ്റ്റൈലാണ് ഈ പറഞ്ഞ പോലെ മൊത്തം എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ്, ഇപ്പോൾ 2 വർഷം മുമ്പ് തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് ഇന്ന് ഷൂട്ടിന് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമ പുരോഗമിക്കുന്നതനുസരിച്ച് ഡയലോഗ്സും ഒക്കെ മാറ്റി എഴുതാൻ പറ്റിയാൽ. മറ്റേന്താണെന്നറിയാമോ, നമ്മളിപ്പോൾ ഒരാളുടെ 80 സീൻ എഴുതി, ഈ 80ാമത്തെ സീൻ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഷൂട്ട് തുടങ്ങി 60ാമത്തെ ദിവസമായിരിക്കും. അതിനിടയിൽ ഈ ആൾക്കാരുടെ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരുണ്ടാവും, ചീത്തയായിട്ട് പെർഫോം ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമുക്കൊരു ലിബർട്ടി എടുക്കുക, നമ്മളൊരു സ്വാതന്ത്ര്യം എടുക്കുകയാണ്. മനസ്സിലായത്? സിനിമ കുറച്ചും കൂടി ആസ്വാദികരമാകും അങ്ങനെ എഴുതുമ്പോൾ എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. പണ്ടത്തെ ഒരു കോൺസെപ്റ്റാണ് ഈ പറഞ്ഞ പോലെ എഴുതി തയ്യാറാക്കി അതിനകത്ത് പിന്നെ മാറ്റം ഉണ്ടാകരുതെന്നുള്ളത്. എനിക്കതിനോട് എല്ലാത്തരം സിനിമയും അങ്ങനെ ആകണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെ ചെയ്യേണ്ട സിനിമകളുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വടക്കൻ വീരഗാഥ പോലത്തെ ഒരു പടം, അല്ലെങ്കിൽ പെരുന്തച്ചൻ പോലത്തെ ഒരു പടം, അതൊക്കെ അങ്ങനത്തെ സിനിമകളൊക്കെ അങ്ങനെ തന്നെ ചെയ്യേണ്ട ഒരു സിനിമകളാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ട്രാഫിക് പോലത്തെ ഒരു സിനിമ, അതല്ലാത്ത നമ്മളുടെ രോമാഞ്ചം പോലത്തെ പടവും ജയ ഹേ പോലത്തെ പടങ്ങളൊക്കെ നമുക്ക് ആ ഒരു ലിബർട്ടി സെറ്റിലിരുന്നും കൂടെ എഴുതാനുള്ള ഒരു ലിബർട്ടി ഉണ്ടെങ്കിൽ പെർഫോമൻസ് അനുസരിച്ച് എഴുതാൻ പറ്റും.
ഓക്കെ. മനസ്സിലായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറയാം. ഇപ്പോൾ ജയ ജയ ഹേയിലെ അമ്മ, ഏതമ്മ? അമ്മായി അമ്മ. അവർ മികച്ച പ്രകടനം വരുന്ന സിനിമയിൽ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസം മനസ്സിലാവാണ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഗംഭീരമായിട്ട് അവർ ചെയ്യുന്നതെന്ന്. സോ അവർക്ക് വേണ്ടി സ്പേസ് കൊടുക്കാം, കുറച്ചും കൂടി എഴുതി ഉണ്ടാക്കാം. നേരെ മറിച്ച് നമ്മൾ മൈൻഡ് സെറ്റിൽ ഓൾറെഡി സ്ക്രിപ്റ്റ് ബ്ലോക്ക് ചെയ്തു എന്നിരിക്കട്ടെ, നമുക്ക് പിന്നെ എന്താ വീണ്ടും വർക്ക് ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ അത് ആ ഒരു സ്പേസ് നമ്മൾ കളയുകയാണ്. ഞാനിപ്പോൾ എൻ്റെതല്ലാത്തൊരു സിനിമയെക്കുറിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാനൊരു എക്സാമ്പിൾ മനസ്സിൽ വന്നുകൊണ്ട് പറഞ്ഞതാണ്. ചേട്ടൻ്റെ ഏതെങ്കിലും ഫിലിംസ് ചേട്ടൻ അങ്ങനെ ഒരു വേറെ ഒരു പാരലൽ ക്ലൈമാക്സോ എന്തെങ്കിലും അങ്ങനെ മനസ്സിലുണ്ടായിട്ടുണ്ടോ നമുക്കൊന്ന് അറിയാനായിട്ട്? പാരലൽ ക്ലൈമാക്സ് ഇല്ല. എൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമ കഴിയുമ്പോൾ ഒരു ടെയിൽ എൻഡ് ഉണ്ടാവാറുണ്ട്. അത് ഈ സിനിമയ്ക്കുണ്ട്. ബൈസിക്കിൾ തീവ്സിലുമുണ്ട്, സൺഡേ ഹോളിഡേയിലുണ്ട്, വിജയ് സൂപ്പറും പൗർണമിയിലും ഒക്കെ എല്ലാത്തിലും ഈ സിനിമ കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് എപ്പിസോഡും കൂടെ ഉണ്ടാവാറുണ്ട്. അതിന് ആ പരിപാടി എനിക്ക് വളരെ ഇഷ്ടമാണ്. എപ്പോഴും വർക്കൗട്ട് ആവുന്ന പരിപാടിയാണ്. ശരിയാ. അതിന്റെ ആ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി എന്താ ഒരു ആകാംക്ഷ ഉണ്ടാവും. ആ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലൊരു ഇതാണ്. എനിവേ, നേരത്തെ ചേട്ടൻ പറയണ്ടായി ആസിഫ് അലിനെ പോലെയും ബിജുമാനെ പോലെയുള്ള വലിയ വലിയ ഫേസ് വാല്യൂ ഉള്ള ആക്ടേഴ്സ് നമുക്ക് ഡേറ്റ് തന്ന് നമ്മളെ വിശ്വസിച്ചിരിക്കുകയാണെന്ന്. ചേട്ടൻ ഇതിനു മുമ്പുള്ള എല്ലാ സിനിമയിലും നായകനായും ചെറിയ ക്യാമിയോയിലൊക്കെ ആയിട്ടും ആസിഫ് ഖാൻ വന്നിട്ടുണ്ട്. ഇത് എന്താണ് ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു കംഫർട്ട് സ്പേസ് കൊണ്ടാണോ തുടരെയുള്ള ഫിലിംസിൽ അദ്ദേഹത്തിന് ഒരു സ്പേസ് കൊടുക്കുന്നതിന്റെ? കുറേ റീസൺസിന്റെ ഒരു ആകത്തുകയാണ്. ഒന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസിന്റെയാണ്, ഒരു കംഫർട്ട്നെസ്സിന്റെയാണ്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ടാലന്റ് തന്നെയാണ്. ഈ പറഞ്ഞ നമ്മൾ കണ്ടിട്ടുള്ള പല പടങ്ങളിലും ഇപ്പോൾ അദ്ദേഹം ആസിഫ് മോശമായിട്ട് അങ്ങനെ ഒരു സിനിമ മോശമായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ മോശമാവുന്ന മറ്റു പല കാരണങ്ങളുടെയും ടോട്ടാലിറ്റി കൊണ്ടായിരിക്കും. ഒരു നാടൻ ആസിഫ് മോശമായതുകൊണ്ട് മാത്രം അങ്ങനെ മോശമായിട്ടില്ല സിനിമ. ആസിഫ് നന്നായതുകൊണ്ട് ഗംഭീരമായ പടങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഉയരെ, അല്ലെങ്കിൽ കെട്ടിയോളാണ് എൻ്റെ മാലാക, ഇവൻ സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പർ, ഈ ഹണി ബി, കൂമൻ. ഞാൻ പറഞ്ഞ ആസിഫിൻ്റെ ഒരു ഭാഗ്യം അതാണ്. ഈ പറഞ്ഞ പോലെ യഥാസമയത്ത് ഹിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 സിനിമകൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്ത പോലെ വന്നില്ലെങ്കിലും അടുത്തത് അങ്ങനത്തെ ഒരു ബ്ലെസ്സിങ് ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതെനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ആ കലയോട് കാണിക്കുന്ന ഒരു പാഷനുണ്ട്, ഭയങ്കരമായ അടങ്ങാത്ത പാഷനുണ്ട്. അതിപ്പോൾ ഈ സിനിമ റിലീസായതിനു ശേഷം ഇപ്പോൾ അവൻ്റെ വേറൊരു സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ, ഒരു വലിയ ചാനലിന് വേണ്ടി ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവർ ആ ഇൻ്റർവ്യൂ സെറ്റ് ഇട്ടിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ തന്നെയാണ്. അപ്പോൾ ആസിഫ് പറഞ്ഞു, എടോ ലഞ്ച് ബ്രേക്കിന് തന്നെ എത്തണം കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നു. അപ്പോൾ നമ്മളെല്ലാം റെഡി ആവുന്നതിന് മുമ്പ് ആസിഫ് ഓൾറെഡി പോയി ചെയറിലിരിക്കുകയാണ്, ഇൻ്റർവ്യൂവിന് ചെയറിലിരിക്കുന്നു. അവിടെ പോയിരിക്കുന്നു. അപ്പോൾ എന്നോട് വേഗം വാ ഷൂട്ടിന് ഇരുന്നപ്പോൾ വേഗം എടുക്ക്, അപ്പോൾ അടുത്ത അതാണ് എക്സാക്ട്ലി അതാണ് ആ ഒരു സംഭവം ഉണ്ടല്ലോ. അല്ലാണ്ട് ഇപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ ഇതിനകത്ത് മതിമറക്കുക എന്നതിന് പകരം അവൻ ഓരോ സിനിമയ്ക്കും കൊടുക്കുന്ന ഒരു എഫേർട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ആസിഫിന് ഏറ്റവും ഇത്രയും ആൾക്കാർ ആസിഫിക്ക എന്ന് വിളിച്ച്, മീനാക്ഷിയും വിളിച്ചത് അങ്ങനെ തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്, യങ്സ്റ്റേഴ്സ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പാഷൻ തന്നെയായിരിക്കും ഇപ്പോഴും ആസിഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം ആസിഫയുടെ കരിയറിൽ അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ത്രൂ കൊടുത്തൊരു ഫിലിമായിരുന്നു സൺഡേ ഹോളിഡേ. ആൻഡ് അഗൈൻ ഇപ്പോൾ വീണ്ടും ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് തലവൻ വന്നിരിക്കുകയാണ്. അപ്പം ജിസേട്ടൻ ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ് ഇതിൻ്റെ 2 സിനിമയുടെ ഡയറക്ടർ ആവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ. ശരിക്കും നിങ്ങളുടെ ആ ഒരു കോംബോ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടോ ഭാഗ്യം കൊണ്ടോ പ്രേക്ഷകരുടെ സപ്പോർട്ടോ എന്താണ് ജിസേട്ടന് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇത് ഭാഗ്യം എന്നൊക്കെ നമുക്ക് വിളിക്കാം. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു ഒരു കോമ്പിനേഷൻ്റെ. ഇപ്പോൾ ഞാനും ആസിഫും കൂടെ ചെയ്ത സിനിമകൾ, ഇപ്പോൾ ബൈസിക്കിൾ ദിവസം, സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും ഒക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പക്ഷെ അതുകൊണ്ട് നമ്മളുടെ 5ാമത്തെ സിനിമ കാണണമെന്നില്ല, എനിക്കങ്ങനെ തോന്നുന്നു. ഇപ്പോൾ മമ്മൂക്ക മറ്റു കഥ പറയുമ്പോൾ പറയുന്ന പോലെ എന്താ പറയുക, എൻ്റെ സിനിമകൾ എന്നോടുള്ള ഇഷ്ടത്തേക്കാൾ എൻ്റെ കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക്, അല്ലേ? എന്നോടുള്ള ഇഷ്ടമായിരുന്നെങ്കിൽ എൻ്റെ എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ് ആവണമല്ലോ എന്ന് പറയണ പോലെ കോമ്പിനേഷൻ്റെ ബ്യൂട്ടി കൊണ്ട് മാത്രമൊന്നും ഇവിടെ ഒരു സിനിമയും മലയാളി പ്രേക്ഷകൻ അങ്ങനെ സ്പെസിഫിക്കായിട്ട് പറയല്ല, പ്രേക്ഷകരെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന എല്ലാത്തിനേക്കാളും മുകളിലാണ്. അത് വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ഒന്നുമല്ലായിരിക്കും, പക്ഷേ ഇവർ ഒരുമിച്ചിരുന്ന് കാണുന്ന തിയേറ്ററിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ഹിസ്റ്റീരിയ ഉണ്ട്. ആ ഹിസ്റ്റീരിയ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രേക്ഷകർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന എല്ലാ ഫിലിം മേക്കേഴ്സിനേക്കാളും വലുതാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഫിലിം മേക്കർ വലിയ സീനെന്നും പറഞ്ഞ് ഇറക്കുന്ന സാധനം 40 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണുന്നതാണ് അയ്യേ എന്ന് പറയുന്നത്. മനസ്സിലായി എന്തുകൊണ്ടാണ് അത്രയും വലിയ ഫിലിം മേക്കർക്ക് അത് മനസ്സിലാവാതിരുന്നത്? അത് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടോട്ടാലിറ്റി കൊണ്ടുവരുന്ന ഒരു ഹിസ്റ്റീരിയാണ്. അത്
ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കോമ്പിനേഷൻ്റെ ബ്യൂട്ടിയേക്കാൾ എനിക്ക് തോന്നുന്നു അതാത് സിനിമകൾ നന്നാവുന്നതുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഭയങ്കര ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഹിറ്റ് അടിച്ച പടങ്ങൾ സെക്കൻഡ് പാർട്ട് നന്നാവാതെ പോയിട്ടില്ലേ? ഫസ്റ്റ് പാർട്ട് സൂപ്പർ ഫ്ലോപ്പായ പടങ്ങൾ സെക്കൻഡ് പാർട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഒരു അർത്ഥമില്ല. ഇത് പ്യുവർലി ആ കഥ നല്ലതാണോ എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. അന്ന് ആ ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങിയപ്പം ആസിക കരയണ നമ്മൾ കണ്ടു. കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് അതായത് പബ്ലിക്കിന്റെ ഇടയിൽ കണ്ണീർ അത്രയും പിടിച്ചു നിർത്തിയിട്ട് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ക്ലോസ് ആയ ഒരു സുഹൃത്തിന്റെ അടുത്ത് എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക? അല്ല, എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ അന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. അന്ന് നമ്മൾ ഒന്നാമത്തെ കാര്യം, ആസിഫിന് ഞാനൊരു 4 ദിവസം മുമ്പ് സിനിമ കാണിച്ചിരുന്നു. റിലീസിന് 4 ദിവസം മുമ്പ് ആസിഫിനെയും വൈഫിനെയും മാത്രം തിയേറ്ററിലേക്ക് വിളിച്ചിട്ട് ഞാൻ പ്രിവ്യൂ തിയേറ്റർ എടുത്തിട്ട് അവരെ കാണിച്ചിരുന്നു. കാരണം ഞാൻ കഥ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ രണ്ടുപേരും എന്നോട് ഭയങ്കര ഞാൻ പറയില്ല, ഈ കാണിച്ചവരൊക്കെ തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഞാനന്ന് കിടന്ന് ഉറങ്ങിയത്. മനസ്സിലായോ? പക്ഷേ ആസിഫിന് എപ്പോഴും റിലീസിന് മുൻപ് ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ആ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നു. ഇത്തവണ എനിക്കും കൂടെ കുറച്ച് ടെൻഷൻ ഉണ്ടാവാൻ കാരണം ഈ ആസിഫിൻ്റെ വാപ്പ ഉമ്മ ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി വരുന്നത്. അവർ മാത്രമല്ല, ആസിഫിൻ്റെ വൈഫ് സമയുടെ ഉമ്മയും ബാപ്പയുണ്ട്, ബ്രദേഴ്സുണ്ട്. അവർ താമസിക്കുന്ന സൊസൈറ്റിയിലെ ഒരു വലിയ ഫ്ലാറ്റിൽ താമസിക്കുന്നു. അവിടുത്തെ ഒരുപാട് ഫ്രണ്ട്സ്, അവരുടെ ഭാര്യമാർ കുട്ടികളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആസിഫിൻ്റെ ഗ്യാങ് മാത്രം ഏതായാലും 48-50 പേരുണ്ടായിരുന്നു. ആസിഫിൻ്റെ ഫാമിലിയും നെയ്ബേഴ്സും മാത്രം. അപ്പം അത്രയും പേര്. മറ്റേതൊക്കെ ഞാൻ എല്ലാ സിനിമയും ഞാനും ആസിഫും അടുത്തടുത്തിരുന്നാണ് കാണുന്നത്. മനസ്സിലായോ? ഇത്തവണ എനിക്ക് ആ പ്രദേശത്തേക്ക് പോകാനുള്ള ഒരു തിയേറ്ററിൽ പടം തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാനിങ്ങനെ പടം തുടങ്ങി ഒരു 25 മിനിറ്റ് വരെ പുറത്ത് നിന്നു. 25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ മാത്രം പുറത്ത് നിൽക്കുമ്പോൾ ക്യാൻറ്റീൻകാരൻ വന്നിട്ട് ചോദിച്ചു, അല്ല സാറ് കയറുന്നില്ലേ? ഞാനിങ്ങനെ ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ക്യാൻറ്റീൻകാരൻ തമിഴൻ വീണ്ടും വന്നിട്ട് ചോദിച്ചു, അല്ല സാർ സിനിമ ഏതാണ്ട് പകുതിയൊക്കെ ആയി, ഇൻ്റർവെല്ലിൻ്റെ പകുതിയായി, സാറ് കയറുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓക്കെ. അപ്പോൾ എനിക്ക് അകത്തുനിന്ന് ചില കയ്യടികളൊക്കെ കേൾക്കാം. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ പതുക്കെ, എന്നിട്ടും ആസിഫ് അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് പോയില്ല. ഞാൻ നേരെ ബാൽക്കണിയിലേക്ക് പോയി. അവിടെ ഒരു മൂലയ്ക്ക് ആദ്യം അവിടെ സീറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നു. അപ്പോൾ ഞാൻ നിൽക്കുന്ന കണ്ടപ്പോൾ ക്യാമറ അസിസ്റ്റൻ്റ് ഒരു പയ്യനെ എഡിറ്റിട്ട് സാർ ഇരിക്കാൻ പറഞ്ഞു. ഇല്ല, ഞാൻ നിന്നോളം ഇരിക്കണ്ട. അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടു. ഇൻ്റർവെൽ വരെ അങ്ങനെ കണ്ടു. ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ ഓക്കെ, താഴത്തേക്ക് പോകാനൊരു ധൈര്യം കിട്ടി. പിന്നെ താഴത്തേക്ക് പോയി. പിന്നെ അവരുടെ കൂടെ ഇരുന്ന് കണ്ടു. അപ്പോൾ അന്ന് കഴിഞ്ഞിട്ട് ആസിഫ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ ആസിഫിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അന്ന് വല്ലാതെ മിസ് ചെയ്ത ഒരാൾ ബിജുവേട്ടനാണ്. ബിജുവേട്ടന് മുരുകദോസിന്റെ തമിഴ് പടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചെന്നൈയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് വരാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു. അല്ലെങ്കിൽ ബിജുവേട്ടൻ ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുകൊണ്ടാണ്. ഞങ്ങൾ വല്ലാതെ ബിജുവേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രൊമോഷൻസിലും ഇതിൻ്റെ പോസ്റ്റ് റിലീസ് ഏരിയയിലൊക്കെ നമ്മൾ ബിജുവേട്ടൻ പറ്റുന്ന പോലെ ഒരു ദിവസം 2 ദിവസമൊക്കെ വന്നിരുന്നു. പക്ഷേ അതിനേക്കാളേറെ കുറച്ചും കൂടെ ഉണ്ടാകണം എന്ന് ഞാൻ വല്ലാതെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. ബിജുവേട്ടനെയാണ് പ്രീമിയറിൽ വല്ലാതെ മിസ് ചെയ്തത്. ചേട്ടൻ ചെയ്തതിൽ ഏറ്റവും ഇത്രയും ടാസ്കുകളിൽ ചേട്ടൻ ഏറ്റവും ടഫായിട്ട് തോന്നുന്ന ടാസ്ക് ഏതാണ്? ടഫായിട്ട് തോന്നുന്നത് ഡബ്ബിങ് ഓക്കെ, കുഴപ്പമില്ല. ആഡ് ഫിലിം മേക്കിംഗ് നമുക്ക് ചെയ്യാം. സിനിമയിലെ ചില സീനുകൾ നമുക്ക് അത്രയേറെ റിസർച്ച് ചെയ്ത് ചെയ്യേണ്ട, ഒട്ടും ഈസി ആയി തോന്നില്ല. ചില സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തോന്നുകയും ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന സംഗതി ചെയ്തെടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഏരിയയിലേക്ക് വരുമ്പോഴേ. കാരണം എന്തൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാലും ആ ഏരിയ വളരെ നന്നാവണം. ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞത് വളരെ വളരെ നന്നാവണം. പാട്ടെഴുത്തായിക്കോട്ടെ. പാട്ടെഴുത്തിൻ്റെ ഒരു പ്രത്യേകത, വേറൊരാൾ ചെയ്ത ട്യൂണിനകത്താണ് നമ്മൾ വരികൾ എഴുതുന്നത്. അത് സ്വരം ഒന്ന് മാറിയാൽ വാക്കും മാറും. അപ്പം അത് ചില ട്യൂണുകൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളിലൊക്കെ ഈ അർത്ഥം വരികയും വേണം, എന്നാൽ കറക്റ്റ് അതിനകത്തേക്ക് വന്ന് വീഴുകയും വേണം. വളരെ ഈസി ആയിട്ട് എഴുതിയ പാട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ സിനിമയിൽ തലവൻ സിനിമയിലെ തീം സോങ് തീച്ചുരുളിയിൽ എന്ന് പറയുന്ന ആ പാട്ട് വളരെ പെട്ടെന്നൊരു എനിക്ക് തോന്നുന്നു 3/4 മണിക്കൂറുണ്ട് മറ്റും എഴുതിയ പാട്ട്. അത് പാടുന്ന ആളും അവിടെയുണ്ട്, ദീപക് ദേവ് അവിടെയുണ്ട്. ഓൾറെഡി എഴുതുന്ന വാക്കുകൾ അപ്പം തന്നെ പാടി നോക്കിയിട്ട് അങ്ങനെ കമ്പോസ് ചെയ്യായിരുന്നു പെട്ടെന്ന്. അതല്ല ഇപ്പോൾ ഒരുപാട് സമയമെടുത്ത് ഒരു നോക്ക് കാണുവാനൊക്കെ വേറെ എന്തൊക്കെയാണ് ആദ്യം എഴുതിയത്, വേറെ വരികളായിരുന്നു അതിനകത്ത്. പിന്നീടാണ് ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവളിലേക്ക് എത്തിയത്. അപ്പം അങ്ങനെ മാറ്റി പാട്ട് എപ്പോഴും ഞാൻ അങ്ങനെ ഒരു 4-മത്തെയോ 5-മത്തെയോ ഡ്രാഫ്റ്റ് ആണ് ഞാൻ മ്യൂസിക് ഡയറക്ടർക്ക് ഫൈനലായിട്ട് കൊടുക്കുക. എന്നിട്ടും അത് സ്റ്റുഡിയോയിൽ ഇപ്പോൾ കഴിഞ്ഞ പാട്ട് വേറൊരു സിനിമയ്ക്ക് വേണ്ടി കാർത്തിക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ 1-2 വാക്കുകൾ മാറ്റി എഴുതിയിട്ടുണ്ട്. അടിപൊളി.
എൻ്റെ പ്ലേലിസ്റ്റിൽ എപ്പോഴും എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാട്ടോ പുഞ്ചിരി തഞ്ചും. അതിന്റെ ഒരു ക്രിയേറ്ററുടെ അടുത്ത് നീ ഇത്രയും ഒരു സംഭാഷണം പറയാൻ പറ്റിയത് ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിട്ട്. ഒറ്റ കാര്യം പറഞ്ഞു, പുഞ്ചിരി തഞ്ചും പലരും ഞാൻ എഴുതിയ പാട്ടാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ ഈ കഴിഞ്ഞ 6 സിനിമകളിൽ ഒരേ ഒരു പാട്ടേ വേറൊരാൾ എഴുതിയിട്ടുള്ളൂ. അത് പുഞ്ചിരി തഞ്ചാണ്. അത് കൈതപ്പുറം തിരുമേനിയാണ്. കൈതപ്പുറം തിരുമേനിയാണ്. ശങ്കർ മഹാദേവനാണ് അത് പാടിയിരിക്കുന്നത്. ദീപക് ദേവാണ്. ആ ഒറ്റ പാട്ടാണ് പുറമേ ഉള്ള ഒരാൾ എഴുതിയത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിരുമേനി അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് എഴുതിയത്. അതെല്ലാം ഫോണിൽ കൂടെ ആയിരുന്നു ഡിസ്കഷൻ. ബൈസിക്കൽ ദിവസത്തിന്റെ ഷൂട്ട് നടക്കുന്നു, തിരുമേനി വിളിച്ചിട്ട് ഇതൊന്ന് കേട്ടു നോക്കൂ കുട്ടി കൊണ്ട് ഒരു വരി പറയും. അങ്ങനെ തിരുമേനി ആദ്യം എഴുതിയ 2 വരികൾ എന്ന് പറയുന്നത് അമ്പിളിക്കൊമ്പിൽ കൂടുന്നു കൂട്ടും നമ്മളൊന്നാകും എന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തിരുമേനി ഈ പാട്ട് തുടങ്ങുന്നത് ആസിഫ് അലി നായികയ്ക്ക് ഒരു ചെരുപ്പ് മേടിച്ചു കൊടുക്കുകയാണ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അത് അവളുടെ കാലിലേക്ക് വെച്ച് കൊടുക്കുന്നു. അവൾ പറയും പുറകെ നടന്ന് ശല്യം ചെയ്യുന്നവരെ കാരണം നോക്കി പൊട്ടിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇതേ ചെരുപ്പാണ്. അപ്പോൾ ആസിഫ് വളരെ ചിരിച്ചുകൊണ്ട് പറയും ഇനി അങ്ങനെ പുറകെ നടക്കുന്നവരെ ധൈര്യമായിട്ട് പൊട്ടിച്ചോ. അവർ പ്രണയം പറയുന്നത് അങ്ങനെയാണ്. അവൾ തിരിച്ചു നടക്കുന്നു. അവൾ പറയുന്നു ഹൈദരാബാദി ബിരിയാണിയുടെ നല്ലൊരു റെസിപ്പി കിട്ടിയിട്ടുണ്ട്, ഈവനിങ് ഫ്രീ ആണെങ്കിൽ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിടത്ത് ജീവിതത്തിൽ ആദ്യമായി ഒരാൾ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അയാൾക്ക് പാരൻസ് ഇല്ല, ആരും അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ആ ഒരു ദുഃഖം കലർന്ന ചിരിയിൽ ആസിഫ് നിൽക്കുമ്പോഴാണ് ഈ പാട്ട് വരുന്നത്. ഇത് നടക്കുന്ന ഒരു ഷോപ്പിംഗ് മാളിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് അമ്പിളിക്കൊമ്പിൽ കൂടുന്നു കൂട്ടും എന്നുള്ള വരി അവിടെ ഫിറ്റ് ആവില്ല. ബിക്കോസ് അത് രാത്രിയല്ല, ഇമേജ് പകലാണ്. ഇത്രയും പറഞ്ഞ ഇങ്ങനെ പറയണ്ടേ, ഇങ്ങനെ പറ ഇപ്പൊ തരാം. അതാണ് അതിന്റെ അത് ഇന്നലെയോളം കണ്ടില്ല ഞാൻ ചിന്തി ഇവൾ എനിക്ക് എന്തേ പ്രിയങ്കരി എന്നുള്ളതാണ്. അതായത് പലരും അത് തെറ്റായിട്ട് ഇവൾ എനിക്ക് എന്തേ പ്രിയങ്കരി എന്നാ പാടുന്നത്. ഇവൾ എനിക്ക് എന്തേ പ്രിയങ്കരി, എന്താണ് നീ, എങ്ങനെയാണ് നീ പ്രത്യേകതയുള്ളവളായി മാറുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി കോൺവെർസേഷൻ ആയിരുന്നു ചേട്ടാ. ഇത്രയും സച്ച് എ ടാലന്റഡ് പേഴ്സണിനെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്രിയേറ്റേഴ്സ് ടു ബി ഓണസ്റ്റ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഒരുപാട് നല്ല സിനിമകൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടാം. അതെ സോ ജിസൈഡുമായിട്ടുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഗസ്റ്റും പുതിയ സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ദിസ് ഇസ് മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം സെലറൈറ്റ്. സീ യു.